ഹലോ ഗൈസ്, ഇതാണ് തെങ്കാശിയിലെ തിരുമലൈ കോവിൽ. കുത്തനെയുള്ള ഈ 624 പടികൾ കയറി വേണം മലമുകളിലുള്ള ക്ഷേത്രത്തിലെത്താൻ. മുകളിലെത്തിയാൽ 360 ഡിഗ്രിയിൽ നമുക്ക് തെങ്കാശിയിലെ മുഴുവൻ പ്രദേശങ്ങളും കാണാൻ കഴിയും. ഇതാണ് തെങ്കാശിയിലെ മറ്റൊരു പ്രധാന ടൂറിസം കേന്ദ്രമായ കുറ്റാലം വാട്ടർഫോൾസ്. കുറ്റാലം നിറഞ്ഞൊഴുകുകയാണ്. തെങ്കാശി പട്ടണത്തിലെ മറ്റൊരു പ്രധാന ടൂറിസം കേന്ദ്രമായ കാശി വിശ്വനാഥ ക്ഷേത്രമാണിത്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രവും ഗോപുരവുമെല്ലാം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഗോപുരങ്ങളിൽ രണ്ടാമത്തേതാണ്. നമ്മളിപ്പോൾ കാണുന്നത് അല്ലു അർജുൻ പുഷ്പ മൂവിയിൽ ഡാൻസ് ചെയ്ത പാറയാണ്. ഈ വിധം തെങ്കാശിയിൽ പോകുകയാണെങ്കിൽ ഒരു പകൽ നേരം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാന ടൂറിസം സ്പോട്ടുകളെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ കാണാം തെങ്കാശിയിലെ പ്രധാന ടൂറിസം സ്പോട്ടുകൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള തമിഴ്നാടൻ ഗ്രാമമാണ് തെങ്കാശി. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെയുള്ള തമിഴ്നാടൻ ഭൂപ്രദേശം. തിരുവനന്തപുരത്തു നിന്നും 105 കിലോമീറ്ററും പുനലൂരിൽ നിന്നും 57 കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ചാൽ നമുക്ക് തെങ്കാശിയിലെത്താൻ കഴിയും. കൊല്ലത്തു നിന്നും പുനലൂർ തെന്മല വഴിയുള്ള ട്രെയിനിൽ കയറിയാലും തെങ്കാശിയിലെത്താൻ കഴിയും. ചെങ്കോട്ട വഴിയുള്ള ഈ ട്രെയിൻ യാത്ര അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയാണ്. ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളും വിശാലമായ പാടങ്ങളും അണക്കെട്ടുകളും പുരാതന ക്ഷേത്രങ്ങളുമെല്ലാമുള്ള ശരിക്കും ഒരു തമിഴ് ഗ്രാമമാണ് തെങ്കാശി. പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിലായി കിടക്കുന്ന ഈ കാർഷിക ഭൂപ്രദേശം സൂര്യകാന്തി പാടങ്ങളാലും പ്രശസ്തമാണ്. സീസൺ സമയത്ത് വന്നാൽ സൂര്യകാന്തി പൂക്കളും നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് തെങ്കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ മനോഹരമായ ഗോപുരമാണ്. നിറയെ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള ഈ ഗോപുരം തമിഴ്നാട്ടിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ക്ഷേത്ര ഗോപുരമാണ്. 180 അടി ഉയരമുള്ള ഈ ഗോപുരം 7 നിലകളിലായാണ് നിർമ്മിച്ചിട്ടുള്ളത്. തെങ്കാശി നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഗോപുരം കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായാണ് തെങ്കാശി പട്ടണം നിർമ്മിച്ചിട്ടുള്ളത്. 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അമാവാസി ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8:30 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. നൂറുകണക്കിന് ദേവീദേവന്മാർ, ഭൂതഗണങ്ങൾ, പരിചാരക വൃന്ദങ്ങൾ, ആനയും കുതിരയുമടക്കമുള്ള മൃഗങ്ങൾ, ഇങ്ങനെ തമിഴ് വാസ്തുശില്പ മികവിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ഈ ഗോപുരം. ഗോപുരം കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ. പക്ഷേ അവിടെ ക്യാമറ അനുവദനീയമല്ല. ശില്പഭംഗിയാർന്ന ഈ കൂറ്റൻ ഗോപുരത്തിന് താഴെ അതിവിശാലമായൊരു മുറ്റം. നടവഴിയിൽ ഇരുവശത്തുമായി 2 ആനകളുടെ ശില്പങ്ങൾ. ക്ഷേത്രമുറ്റത്തും നടവഴിയിലുമായി വിശ്രമിക്കുന്ന ഭക്തജനങ്ങൾ. ഇങ്ങനെ കാഴ്ചകളും വിശേഷങ്ങളും ഏറെയുണ്ട് ഇവിടെ. തെങ്കാശി പട്ടണത്തിൽ എത്തുന്നവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നായാലും ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താൻ പറ്റും. തെങ്കാശിയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്രസിദ്ധമായ തിരുമലൈ കോവിലാണ്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി 16 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് തിരുമലൈ കോവിൽ എത്താൻ കഴിയും. തിരുമലൈ കോവിലിലേക്ക് തിരുവനന്തപുരത്തു നിന്നും 100 കിലോമീറ്ററും ചെങ്കോട്ടയിൽ നിന്നും 10 കിലോമീറ്ററും തെങ്കാശിയിൽ നിന്നും 16 കിലോമീറ്ററുമാണ് ദൂരം. ചെങ്കോട്ടയിലെ പൻപുളി ഗ്രാമത്തിലാണ് തിരുമലൈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്നു തന്നെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മല നമുക്ക് കാണാൻ കഴിയും. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട ബസ് ഒടുവിൽ തിരുമലൈ കോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയുടെ താഴ്വാരത്തിലെത്തി. വലിയൊരു ആൽമരത്തെ വട്ടം ചുറ്റി ബസ് യാത്ര അവസാനിപ്പിച്ചു. നടുവിൽ ഒരു ആൽമരം, അതിനു ചുറ്റും ഏതാനും കടകളുമൊക്കെയായി ചെറിയൊരു അങ്ങാടിയാണ് ഇവിടെയുള്ളത്.
ഇതാണ് ഈ അങ്ങാടിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ നിന്നും നോക്കിയാൽ മലമുകളിലായി ക്ഷേത്രവും അവിടേക്ക് കയറിപ്പോകുന്ന പടിക്കെട്ടുകളും കാണാം. ഇവിടെ നിന്നും മലമുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകുവാനായി 2 വഴികളുണ്ട്. 624 പടികളുള്ള ചെങ്കുത്തായ കയറ്റമാണ് അതിലൊന്ന്. പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹനത്തിൽ പോകുവാനായി നിർമ്മിച്ചിട്ടുള്ള വളഞ്ഞു പുളഞ്ഞ് മല കയറുന്ന റോഡാണ് 2ാമത്തെ വഴി. വാഹനത്തിൽ പോകുന്നവർക്ക് കാറിന് 50 രൂപയും ബൈക്കിന് 20 രൂപയും വാൻ അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് 60 രൂപയും പ്രവേശന ഫീസായി നൽകണം. ചെങ്കുത്തായി കിടക്കുന്ന 624 പടികൾ കയറി മുകളിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ചെരുപ്പുകൾ അഴിച്ചുവെച്ച് പടിക്കെട്ടുകൾ ആരംഭിക്കുന്ന കൽമണ്ഡപത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഒറ്റക്കൽ തൂണുകളിൽ പണിത അതിമനോഹരമായ കൽമണ്ഡപം. ഇവിടെ നിന്നങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കുത്തനെയുള്ള മലയുടെ രൂപം നമുക്ക് വ്യക്തമാകും. ഞങ്ങൾ പടി കയറാൻ ആരംഭിച്ചു. പാറയിലാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ച് പടികൾ കയറുമ്പോൾ തന്നെ നമുക്ക് നേരിയ തോതിൽ ആയാസം തുടങ്ങും. അപ്പോൾ വിശ്രമിക്കാനായി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കൽമണ്ഡപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മല കയറുമ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, മുകളിലേക്ക് കയറും തോറും കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. യാത്രകളും നടത്തവുമൊക്കെ ശീലമായതുകൊണ്ടാവണം 3ാമത്തെ കൽമണ്ഡപം വരെ യാതൊരു പ്രയാസവുമില്ലാതെയാണ് ഞങ്ങൾ ഈ പടികൾ കയറിയത്. എന്നാൽ 3ാമത്തെ കൽമണ്ഡപത്തിൽ ഞങ്ങൾ ശരിക്കും ഇരുന്നുപോയി. നല്ല ക്ഷീണം. അല്പനേരം വിശ്രമിച്ച ശേഷം വീണ്ടും പടി കയറാൻ തുടങ്ങി. ഇത്തവണ പടി കയറുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പ്രയാസപ്പെട്ടാണ് പടി കയറുന്നത്. 4ാമത്തെ വിശ്രമ കേന്ദ്രവും കഴിഞ്ഞ് 5ാമത്തെ വിശ്രമ കേന്ദ്രത്തിലെത്തിയപ്പോഴേക്കും നടക്കാൻ വയ്യാത്ത വിധം ക്ഷീണിച്ചിരുന്നു. ഇവിടെ നിന്നും നോക്കുമ്പോൾ തെങ്കാശിയുടെ വിശാലമായ കൃഷിയിടങ്ങളും താഴെ നമ്മൾ ബസ്സിൽ വന്നിറങ്ങിയ ചെറിയ അങ്ങാടിയുമൊക്കെ കാണാം. ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി. ഇവിടെ ഇടതുവശത്തായി ഒരു ചെറിയ കോവിൽ കാണാം. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇവിടെ വിശ്രമ കേന്ദ്രം കൂടാതെ ഒരു കൽമണ്ഡപം കൂടിയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിക്കെട്ടുകൾക്കിടയിൽ സ്ഥാപിച്ചിട്ടുള്ള അവസാനത്തെ വിശ്രമ കേന്ദ്രത്തിലാണ്. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന മലയുടെ ചെങ്കുത്തായ കയറ്റം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ മറ്റൊരു വശത്തായി കാണുന്ന ഈ പാറ അല്ലു അർജുൻ പുഷ്പ എന്ന സിനിമയിൽ ഡാൻസ് ചെയ്ത പാറയാണ്. തിരുമലൈക്കോവിൽ പശ്ചാത്തലമാക്കി അല്ലു അർജുൻ ഡാൻസ് ചെയ്യുന്ന ആ സീൻ ഈ പാറയിലാണ് ഷൂട്ട് ചെയ്തത്. പടിക്കെട്ടുകളുടെ അവസാന ഭാഗമാണിത്. ശരിക്കും കുത്തനെയാണ് ഈ ഭാഗത്തെ പടികൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതുവരെ എത്തുന്നതിനായി ഏതാണ്ട് 600ഓളം പടികൾ നമ്മൾ കയറി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവസാന ഭാഗത്തുള്ള ഈ കുത്തനെയുള്ള കയറ്റം അതീവ ദുഷ്കരം തന്നെ. താഴെ നിന്നും വാഹനത്തിൽ വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയയാണിത്. ഇവിടെ ഇറങ്ങി ഈ കാണുന്ന പ്രവേശന കവാടത്തിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് തെങ്കാശിയിലെ പൻപുളി ഗ്രാമത്തിലുള്ള മലയുടെ മുകളിലെ തിരുമലൈക്കോവിൽ. മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന ക്ഷേത്ര കവാടത്തിൽ നിറയെ ശില്പങ്ങളുള്ള ഒരു ഗോപുരം നമുക്കിവിടെ കാണാം. മുരുകവാഹനമായ മയിലിനെ അതിമനോഹരമായി ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിൽ ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിന് ചുറ്റും നടന്ന് നമുക്ക് തെങ്കാശിയുടെ മുഴുവൻ ഭാഗങ്ങളും 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ നമുക്ക് ഒരു അണക്കെട്ട് കാണാം. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമായി മറ്റ് ദേവീദേവന്മാരുടെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വിധം തിരുമലൈക്കോവിലിലെ കാഴ്ചകളും വിശേഷങ്ങളും അതിമനോഹരമാണ്. തെങ്കാശിയിലെത്തുന്നവർ തീർച്ചയായും വന്നു കാണേണ്ട അതിമനോഹരമായ തീർത്ഥാടന കേന്ദ്രമാണ് തിരുമലൈക്കോവിൽ. തെങ്കാശിയിൽ നമ്മളിനി കാണാൻ പോകുന്നത് കുറ്റാലം വാട്ടർഫോൾസ് ആണ്. ഈ മഴക്കാലത്ത് ടൂർ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കുറ്റാലം വാട്ടർഫോൾസ്. തെങ്കാശിയിൽ നിന്നും 5.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് നമുക്ക് കുറ്റാലത്ത് എത്താൻ കഴിയുക. ചെങ്കോട്ടയിൽ നിന്നും 7.5 കിലോമീറ്റർ ദൂരം കുറ്റാലത്തേക്കുണ്ട്. കുറ്റാലത്തേക്ക് തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ടയിൽ നിന്നും ബസ് സർവീസുമുണ്ട്.
വെള്ളച്ചാട്ടത്തിന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വെറും 100 മീറ്റർ ദൂരം നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ കഴിയും. റോഡിൽ നിന്നും വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഒന്നിലധികം വഴികളുണ്ട്. നടവഴികളുടെ ഇരുവശത്തും കച്ചവടക്കാരാണ്. ഈ വഴി അല്പം നടക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ മുരൾച്ച കേട്ടു തുടങ്ങും. ഒപ്പം ദൂരെയായി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ പരപ്പും നമുക്ക് ദൃശ്യമായി തുടങ്ങും. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കുറ്റാലനാഥർ ക്ഷേത്രമാണ്. നീണ്ടുകിടക്കുന്ന ക്ഷേത്രഭിത്തിയുടെ വശങ്ങളിലൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന മാർഗം. തെങ്കാശിയിൽ ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് നമ്മളിപ്പോൾ കാണുന്ന കുറ്റാലം വെള്ളച്ചാട്ടം. ഇതാണ് കുറ്റാലം വാട്ടർഫോൾസ്. പ്രവേശന ഫീസൊന്നും നൽകാതെ തന്നെ ഫ്രീ ആയി ഈ കാഴ്ച നമുക്ക് കാണാനും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും നമുക്കിവിടെ സാധിക്കും. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം കുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന അതിമനോഹരമായ കാഴ്ച. കേരളത്തിൽ മഴ പെയ്യുമ്പോഴാണ് കുറ്റാലം വാട്ടർഫോൾസിൻ്റെ സീസൺ ആരംഭിക്കുന്നത്. ഈ മഴക്കാലത്ത് ടൂർ പോകാൻ പറ്റിയ കേരളത്തിനടുത്തുള്ള അടിപൊളി ലൊക്കേഷനാണ് കുറ്റാലം. സീസൺ ആയതിനാൽ നിറയെ സഞ്ചാരികളാണ്. ഇവിടെ വരുന്നവരെല്ലാം തന്നെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുല്ലസിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമെല്ലാം വെള്ളച്ചാട്ടത്തിൽ തിമിർത്തുല്ലസിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായി പ്രത്യേക ഇടവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരമായ തെങ്കാശിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് കുറ്റാലം വാട്ടർഫോൾസ്. ചിറ്റാർ, മണിമുത്താർ, പച്ചയാർ, താമരഭരണി തുടങ്ങിയ പുഴകളുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം. പശ്ചിമഘട്ട മലനിരകളുടെ വിശാലമായ കാഴ്ച. മലനിരകൾക്ക് താഴെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. തൊട്ടു താഴെയായി കുറ്റാലനാഥ ക്ഷേത്രം. ആർത്തുല്ലസിക്കുന്ന സഞ്ചാരികൾ. ഈ വിധം കുറ്റാലത്തെ കാഴ്ചകളും വിശേഷങ്ങളും അടിപൊളിയാണ്. ഫ്രീ ആയി ഒരു വാട്ടർഫോൾസ് കാണാനും അവിടെ അടിച്ചു പൊളിക്കാനും കഴിയുന്ന കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കുറ്റാലം. തിരുവനന്തപുരത്തും കൊല്ലത്തുമെല്ലാം എത്തുന്നവർക്ക് ഒരു പകൽ നേരം കൊണ്ട് പോയി വരാൻ കഴിയുന്ന സ്ഥലമാണ് കുറ്റാലം വാട്ടർഫോൾസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് തെങ്കാശിയിലെ പ്രധാനപ്പെട്ട 3 ടൂറിസം സ്പോട്ടുകളാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തുമെല്ലാം എത്തുന്നവർക്ക് ഒരു പകൽ നേരം കൊണ്ട് പോയി വരാൻ കഴിയുന്ന തെങ്കാശിയിലെ പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ തെങ്കാശിയിലെ പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകളെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.